വിശദമായ വാർത്തയിലേക്ക്. വിശ്വാസത്തോടൊപ്പം വികസനം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചാകും സെപ്റ്റംബർ 22-ന് ശബരിമല സംരക്ഷണ സമ്മേളനം നടക്കുക. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനവും ശബരിമലയുടെ സുരക്ഷയും ചർച്ചയാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പന്തളം നാനാ കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ. 3 മണി മുതൽ സ്വാമി അയ്യപ്പൻ നഗറിൽ ഭക്തജന സംഗമം നടക്കും. ഹൈന്ദവ സംഘടനകൾ, സന്യാസിവര്യർ, സാമുദായിക സംഘടനകൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും ഭക്തജന സംഘടനകളും ശബരിമല ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവരും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, വിശ്വാസത്തോടൊപ്പം വികസനം എന്ന മുദ്രാവാക്യം തന്നെയാണ് പ്രധാനമായും ഈ ഒരു വിശ്വാസ സംഗമത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സെപ്റ്റംബർ 22-നാണ് പന്തളത്ത് വെച്ച് ശബരിമലയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരിടമാണ് പന്തളത്ത് വെച്ചാണ് ഈ ശബരിമല സംരക്ഷണ സമ്മേളനം നടത്തുന്നത്. നമുക്കറിയാം 2018-ലെ സുപ്രീം കോടതിയുടെ മറവിൽ യുവതീ പ്രവേശനം നടത്താൻ സർക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം ആദ്യം തന്നെ ഉടലെടുത്ത ഒരു മണ്ണുകൂടിയാണ് പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മണ്ണിൽ തന്നെയാണ് ഈ വികസനം വിശ്വാസത്തിനൊപ്പം എന്നുള്ള ഒരു വലിയ ടാഗ് ലൈനോടുകൂടി മുദ്രാവാക്യത്തോടുകൂടി ശബരിമല സംരക്ഷണ സംഗമം നടക്കുക. ഈ സെപ്റ്റംബർ 22-നാണ് ഈ സമ്മേളനം നടക്കുക. അതിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഈ സമ്മേളനം നടക്കുക. രാവിലെ മുതൽ ഉച്ചവരെ ശബരിമലയുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സുരക്ഷ, ഈ വിഷയങ്ങളെ പറ്റി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനം പന്തളം നാനാ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുക. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നടക്കുക. ഇതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി കൂടി നടക്കുക. സ്വാമി അയ്യപ്പൻ നഗറിൽ പന്തളം നഗരത്തിൽ തന്നെ 3 മണി മുതൽ അയ്യപ്പ ഭക്ത സംഗമം നടക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ, സന്യാസി വര്യന്മാർ, സാമുദായിക സംഘടനാ നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ, ഭക്തജന സംഘടനകൾ, ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ 20-നാണ് ഇത്തരമൊരു സംഗമം വിളിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായി സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ സമ്മേളനത്തിന്റെ സംഗമത്തിന്റെ വിശദാംശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഉണ്ടാകുന്നു. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഹൈന്ദവ സംഘടനകൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ മുന്നോട്ട് പോയ സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഈ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി, സുതാര്യമായ രീതിയിലാണോ ഇത് നടപ്പാക്കുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സെപ്റ്റംബർ 22-നാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സമ്മേളനം സംഗമം നടക്കുക. പന്തളത്ത് അരുൺ, ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അതായത് വിശ്വാസത്തോടൊപ്പം വികസനം എന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച തന്നെയാണ് ഈ മാസം 22-ന് ശബരിമല സംരക്ഷണ സമ്മേളനം നടക്കുക. അവിടെയാണ് സർക്കാരും അവിശ്വാസികളും ചേർന്ന് നടക്കുന്ന ആ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നത്. അവിടെ ശബരിമല ഒരു പണച്ചരക്കാക്കുക മാത്രം, അല്ലെങ്കിൽ ഒരു പണം സ്വരൂപിക്കാനുള്ള ഒരു ഉറവിടം മാത്രമായി ഈ വിശ്വാസ കേന്ദ്രത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു നീക്കമാണല്ലോ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക, ആ ലക്ഷ്യം കൃത്യമായ രീതിയിൽ തുറന്നു കാണിക്കുക, അത് തന്നെയാണ് വിശ്വാസ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതും അല്ലേ? തീർച്ചയായും അത് നമുക്കറിയാം. മറ്റു ക്ഷേത്രങ്ങളിലല്ല, ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള, അല്ലെങ്കിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു വേർതിരിവ് കൂടുതൽ പ്രകടമാവുക, അത് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അല്ലേ?
ഈ അയ്യപ്പ സംഗമം, അതായത് തുടക്കത്തിൽ തന്നെ ഉണ്ടായ പല വീഴ്ചകളും ഉണ്ടായിരുന്നു. അതായത് സർക്കാർ തന്നെ നേരിട്ട് ഈ അയ്യപ്പ സംഗമം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ സർക്കാർ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് ഉള്ള ആളുകളെ അടക്കം, മുഖ്യ അതിഥികളെ സ്റ്റാലിനെ അടക്കമുള്ള ആളുകളെ സർക്കാരിന്റെ നേതൃത്വത്തിനെ ചെന്ന് വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു സംവിധാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഹൈന്ദവ സംഘടനകൾ കൃത്യമായി ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിന് എന്താണ് യോഗ്യത എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിന് കാരണം അത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു ചോദ്യം എന്നത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ. അത് നമുക്കറിയാം, 2018 സുപ്രീം കോടതി വിധിയുടെ മറവിൽ യുവതീ പ്രവേശനം നടത്തി ശബരിമലയുടെ പവിത്രമായ ആചാരം തച്ചു തകർക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോഴും സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ്. അത് ഇതുവരെ തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെ ഇതിന് പിന്നിലുള്ള കാപട്യം കൃത്യമായി തുറന്നു കാട്ടിക്കൊണ്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാമം ജപിച്ചതിന്റെ പേരിൽ ശബരിമലയുടെ പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കാനായി തെരുവിലിറങ്ങി സമരം ചെയ്ത് നാമം ജപിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ആയിരങ്ങൾക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസുകൾ പിൻവലിക്കുമെന്ന് പല ആവർത്തി സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭക്തരെ ദ്രോഹിച്ച ഒരു സർക്കാർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുക എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം, ഈ 3000-ലധികം അയ്യപ്പ ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോൾ ആരൊക്കെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക, എങ്ങനെയാണ് ഈ ഭക്തരെ തിരഞ്ഞെടുക്കുന്നത്, അതോടൊപ്പം തന്നെ ഇതിന്റെ മാനദണ്ഡം എന്താണ്, ആരൊക്കെയാണ് ഈ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരമില്ലാതെ മുന്നോട്ട് പോയിരുന്നു. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഈ ചോദ്യങ്ങൾ തന്നെ വീണ്ടും സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഒക്കെ തന്നെ കൃത്യമായി ചോദിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഉത്തരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇങ്ങനെ സർക്കാരിന് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാകുന്നു, ദേവസ്വം ബോർഡ് മറുപടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാകുന്നു. ഈ സമയത്ത് തന്നെയാണ് 22-ന് പന്തളത്ത് വെച്ച് ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായി പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പന്തളത്ത് വെച്ച് ഈ ഒരു സമ്മേളനം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അരുൺ, ഈ 22-ാം തീയതി രാവിലെ 9 മണി മുതലാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇതുമായി ബന്ധപ്പെട്ട സെമിനാർ നടക്കും. 3 മണി മുതൽ സ്വാമി അയ്യപ്പൻ നഗറിൽ ഭക്തജന സംഘം. അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്? എന്തായാലും എത്രയും ആണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖരടക്കം പങ്കെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഭക്തരെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ വികസനം അത് നടത്തുമ്പോൾ അത് ശബരിമലയുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം നടപ്പാക്കുക. അതിന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകണം. അല്ലാതെ ശബരിമലയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ശബരിമലയിൽ നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയുടെ സുരക്ഷാ കാര്യങ്ങളിലും ആശങ്കകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ശബരിമലയുടെ വികസനം, സുരക്ഷ എന്നീ ഈ രണ്ടു മേഖലകളിലുള്ള പ്രമുഖരടക്കമുള്ള ആളുകൾ സംബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് രാവിലെ 9 മുതൽ 1 മണി വരെ നടക്കുക. ഇതിനുശേഷമാണ് അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമം കൂടി പന്തളത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആധ്യാത്മിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും എല്ലാം തന്നെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഗമം കൂടിയാകും ഇത്. നേരത്തെ കുമ്മനം രാജശേഖരൻ സൂചിപ്പിച്ചു, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഇവിടെ വലിയ ചോദ്യമായി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ശബരിമല കർമ്മസമിതിയുടെ ഈ ഒരു സംഗമം നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ്, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ വിശ്വാസികൾ ആരാണ്, അവിശ്വാസികൾ ആരാണ് എന്നുള്ള ചോദ്യം ഒന്നുകൂടി പ്രകടമാകുന്ന, അല്ലെങ്കിൽ അത് പൊതുസമൂഹം തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ
ഈ അയ്യപ്പ സംഗമത്തിൽ ആരെയൊക്കെയാണ് ഇടതുപക്ഷ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പങ്കെടുപ്പിക്കുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ബിന്ദു അമ്മിണി അടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയോടെ ആ ഒരു സമ്മേളനത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നതിന്. അതേസമയം തന്നെ ഇപ്പോൾ ഈ ഭക്തരുടെ, വിശ്വാസികളുടെ സംഘവുമായി ബന്ധപ്പെട്ട് സംഘാടകർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമലയുടെ സുരക്ഷയാണ്, ശബരിമലയുടെ സംരക്ഷണമാണ് അതിൽ ഏറ്റവും ആധാരം. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെയാണ് ഈ ഒരു സമ്മേളനത്തെ കാത്തിരിക്കുന്നത്, അല്ലേ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൃത്യമായി വ്യക്തതയോടെ തന്നെ എല്ലാ കാര്യങ്ങളും ഭക്ത സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക, വിശ്വാസം സംരക്ഷിക്കുക, ആ പവിത്രമായ എന്നും നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സംഗമം നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഉണ്ട്. ഇത്തരം ഒരു സംഗമം വിളിക്കുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും കൂടാതെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട്, മന്ത്രിമാരെ വെച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ സ്വാഗത സംഘ രൂപീകരണവുമായി മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് ശബരിമലയുമായി ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളെ പോലും, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പോലും വിളിക്കാതെയുള്ള ഒരു നടപടിയിലേക്കൊക്കെ തന്നെ സർക്കാർ പോകുമ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, സാമ്പത്തിക താല്പര്യമുണ്ട്, കച്ചവട താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തു വരികയും അത് ഹൈക്കോടതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമല സംരക്ഷണ സംഗമം, ആ പേരിൽ തന്നെ കൃത്യമായുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയുടെ വികസനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, ശബരിമലയുടെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, ശബരിമലയുടെ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് കാനനക്ഷേത്രമായ കാനനക്ഷേത്രത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വികസനം നടപ്പാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഗമത്തിൽ ഒന്നാകെ ചർച്ചയാകുക. വിദഗ്ധരടക്കമുള്ള ആളുകൾ, സന്യാസി ശ്രേഷ്ഠരടക്കമുള്ള ആളുകൾ, വിവിധ മത സാമുദായിക നേതാക്കൾ അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്ന അതിൽ വിശദമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്.